വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ആരോഗ്യത്തിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ്. പലപ്പോഴും ശരീരത്തിൽ വെച്ച് പ്യൂരിനുകൾ എന്ന രാസവസ്തുക്കൾ വിഘടിച്ചുണ്ടാകുന്നതാണ് യൂറിക് ആസിഡ്. ഇത് സന്ധികളിലും കൈകാലുകളിലും അടിഞ്ഞുകൂടുകയും പിന്നീട് കാലിന്റെ പെരുവിരലിന്റെ ഭാഗത്ത് ഇത് ക്രിസ്റ്റലുകളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം അവസ്ഥകളിൽ നാം ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്? എന്തൊക്കെയാണ് അപകടകരമായത്? കാരണം ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണം വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. പലപ്പോഴും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിലേക്ക് ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് എത്തുന്നതിന് കാരണമാകുന്നു. എന്നാൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇന്ന് പലർക്കും കൃത്യമായ ധാരണയില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. റെഡ് മീറ്റ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ റെഡ് മീറ്റ് എപ്പോഴും അല്പം അപകടകാരി തന്നെയാണ്. എന്നാൽ ഇതിൽ ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പലപ്പോഴും ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡായി വിഘടിക്കുന്നു. ഇതുണ്ടാക്കുന്ന അപകടം എന്നത് ഒരിക്കലും നിസ്സാരമല്ല. ഇത്തരം കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ റെഡ് മീറ്റിന്റെ ഉപയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യവിഭവങ്ങൾ. പലപ്പോഴും മത്സ്യവിഭവങ്ങൾ ആരോഗ്യത്തിന് മികച്ചതാണെന്ന് നമുക്കറിയാം. എന്നാൽ ചില മത്സ്യവിഭവങ്ങൾ യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു. കക്കയിറച്ചി, ചില തോടുകളുള്ള വിഭവങ്ങൾ, ഞണ്ട്, മത്തി എന്നിവയെല്ലാം പ്യൂരിനുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് ഉള്ളവർ ഒരു കാരണവശാലും ഇവയൊന്നും തന്നെ കഴിക്കരുത്. മധുരമുള്ള പാനീയങ്ങൾ. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും സോഡയും മറ്റും കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, പഞ്ചസാര പാനീയങ്ങളും മറ്റും ശീലമാക്കുന്നത് വഴി അത് നിങ്ങളുടെ മെറ്റബോളിസത്തെ തകരാറിലാക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് ഇവയിൽ അടങ്ങിയിട്ടുള്ള ഫ്രക്ടോസ് ആണ്. പ്യൂരിനാണ് ഇതെല്ലാം തകരാറിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർ മധുരമുള്ള പാനീയങ്ങൾ, സോഡ പോലെയുള്ള കാർബണേറ്റഡ് വസ്തുക്കളും ഉപയോഗിക്കരുത്. മദ്യപിക്കുന്നവരിലും യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടുതലാണ്. ഇത് പലപ്പോഴും കൂടുതൽ അപകടമുണ്ടാക്കുന്നു. ബിയറിലും മദ്യത്തിലും പ്യൂരിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മൂത്രം വഴി യൂറിക് ആസിഡ് പുറത്തേക്ക് പോവാതെ തടയുന്നതിലേക്കും ഇതെത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളുള്ളവർ ഒരു കാരണവശാലും മദ്യപിക്കരുത്. ഈ അവസ്ഥ വഷളാകുകയാണ് ചെയ്യുന്നത്. സംസ്കരിച്ച ഭക്ഷണങ്ങൾ. പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് പോലെയുള്ളത് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരിൽ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരം ഭക്ഷണങ്ങളിൽ എല്ലാം തന്നെ പലപ്പോഴും ഉയർന്ന അളവിൽ പ്യൂരിനുകളും അനാരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റാരോഗ്യ പ്രതിസന്ധികളും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം അപകടകരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. ശരീരത്തിൽ അമിതമായ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് സന്ധികളുടെയും വൃക്കകളുടെയും ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. വൃക്കയിലെ കല്ല് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. ഇത്തരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് തടയാൻ രാവിലെ നിർബന്ധമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ചെമ്പരത്തി ചായ. ആന്റി ഓക്സിഡന്റുകളും മറ്റും അടങ്ങിയ ചെമ്പരത്തി ചായ രാവിലെ കുടിക്കുന്നത് ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് തടയാൻ സഹായിക്കും. ഇഞ്ചി. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ ഇഞ്ചി ചായ രാവിലെ കുടിക്കുന്നത് ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് തടയാൻ നമ്മെ സഹായിക്കും. വാഴപ്പഴം. പതിവായി വാഴപ്പഴം കഴിക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. നെല്ലിക്ക. ഉയർന്ന യൂറിക് ആസിഡിന്റെ അളവുമായി ബന്ധപ്പെട്ട വീക്കം, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റുകളാൽ എന്നിവയാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക. ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. യോഗട്ട്. ഫാറ്റ് കുറഞ്ഞ യോഗട്ടും യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. നട്ട്സ്. ബദാം, അണ്ടിപ്പരിപ്പ് പോലെയുള്ള നട്ട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ ഗുണം ചെയ്യും. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.